ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കുന്നൊന്നും എനിക്കറിയത്തില്ല, അത് പോസ്റ്റ് ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. ഓൺ വോയിസിൽ പോലെ വീഡിയോ എടുക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ വിട്ട് പോവായിരുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ തെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. നല്ല ക്യൂട്ട് തിങ്സാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു കുറേ നാൾ പിടിക്കും ഈ സംഭവമൊക്കെ വരാനായിട്ട്. അപ്പോൾ പക്ഷേ എനിക്കൊരു 1 വീക്കിൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ചുമ്മാ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കി. അറിയത്തില്ല എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും. അപ്പോൾ നോക്കാം. ഇത് ആക്ച്വലി എന്തോ റിങ്ങാണ് തോന്നണേ. ഇത് ഒരെണ്ണമാണല്ലോ ഞാൻ ഓർഡർ ചെയ്തത്. ഇതെങ്ങനെ 2 വന്നേ? ഒരെണ്ണം കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ലൈക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു റിങ്ങാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമേ. സി ക്യൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഭംഗിയുണ്ട്. സി 2 റിങ്ങുണ്ട്. അടിപൊളിയാണല്ലോ. ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയുമാണ്. ഓ മൈ ഗോഡ്, നൈസായിട്ടില്ലേ? അടിപൊളി, എനിക്കിഷ്ടമായി. ഇതിന് വളരെ കുറച്ച് വിലയുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു 2 ദിറംസോ 3 ദിറംസോ അങ്ങനെ എന്തോ ഉള്ളൂ ഇതിന്. നൈസായിട്ടുണ്ട്. സി ഓക്കെ. നെക്സ്റ്റ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാത്റൂമിലൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ ഹെയറൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സംഭവമാണ്. നമുക്ക് എവിടെയാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ഒക്കെ കൂടുതലും ഇതൊക്കെ ഡേർട്ടൊക്കെ. മെയിനായിട്ട് ഞാൻ മേടിച്ചത് ഹെയറിന് വേണ്ടിയിട്ടാണ്. ഹെയർ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉള്ളത് കൊണ്ട് ഇത് നല്ലതായിരിക്കും തോന്നി. ഇതിലെത്ര പീസസ് ആണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് 20 പീസസ് അങ്ങനെ എന്തോ ആണ്. ഇതിന് 1 ദിറമോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട്. ഓക്കെ, അപ്പം അത്. പിന്നെ അസ്മറുണ്ടോ? എനിക്ക് ഈ അസ്മർ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീഡിയോസിൽ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിലിങ്ങനെ അസ്മർ സൗണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ്. ഹെയറിൽ ഇട്ട് വയ്ക്കാന്ന് പറഞ്ഞാൽ ഫുൾ ഹെയർ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ചുമ്മാ ഞാൻ നൈറ്റിലൊക്കെ ചുമ്മാ ഇട്ട് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ ചുമ്മാ മേടിച്ചതാണ്. ഇത് പണി പാടി. ഇത് ആക്ച്വലി ഒരു ഡെക്കോറായിട്ടാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഡെക്കോറായിട്ടാണ്. ഇത് സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഓൺ വോയിസ് അല്ല ഇടാം. ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാം. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്. ഞാൻ അതിൽ കണ്ടപ്പോൾ നല്ലൊരു ക്വാളിറ്റി തോന്നി. പക്ഷെ ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്? കാണാൻ നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി വലുപ്പം പ്രതീക്ഷിച്ചു, പക്ഷെ ആ വലുപ്പം ഇല്ല. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ടീ ടേബിളിലൊക്കെ നമ്മൾ ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ ഡെക്കോർ ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയ ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് മേടിച്ചതാണ്. ഇതൊരു ലൈറ്റാണ് ആക്ച്വലി. നമ്മുടെ ലീഫായിട്ടുള്ള ഒരു ലൈറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടണം. ബാറ്ററി ഇട്ടിട്ട് ഈ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, അപ്പോൾ അത് കത്തും. അപ്പോൾ ചുമ്മാ ബാൽക്കണിയിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോ ബെഡ്റൂമിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇത് വലിയ കുഴപ്പമില്ല. ഇത് എത്ര ലെങ്ത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ മനസ്സിലായി. ഇത് നമ്മുടെ ബാൽക്കണിയിൽ വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇത് ലൈറ്റാണിത്. ഇത് സോളാർ സംഭവമാണ്. ഓക്കെ, ഇത് ഫുള്ള് ലൈറ്റ്സ് ആണ്. ഇതിങ്ങനെ കത്തും. ഇവിടെ ഇത് സോളാറ്. എന്നിട്ട് ഇതിങ്ങനെ ബാൽക്കണിയിൽ
കുത്തി വെക്കുക, എവിടെയും ചെടിച്ചട്ടിയില എവിടെയെങ്കിലും ഇങ്ങനെ കുത്തി വെച്ചിട്ട് കണ്ട. അപ്പോൾ ഇതിങ്ങനെ പൂത്തിരി പോലെ കത്തും. ഞാൻ ഇത് കത്തിച്ചിട്ട് ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് ലൈറ്റ് കത്തി കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഫോട്ടോയിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സംഭവം വന്നതും ഏകദേശം അതുപോലൊക്കെ തന്നെയുണ്ട്. അയ്യോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാൽക്കണിയിൽ ഇടുന്ന ഒരു സംഭവം, ഒരു ടൈപ്പ് ഓഫ് കല്ലാണ്. ഇത് രാത്രിയാകുമ്പോൾ നിയോൺ കളർ പോലെ മിന്നും, കത്തും. പകല് സൂര്യൻ്റെ ഇതിൽ നമ്മൾ ഡേ ടൈമിൽ ഇട്ടിട്ട് നൈറ്റ് ആകുമ്പോൾ അത് തന്നെ മിന്നും. അതാണ് സംഭവം. പക്ഷേ 200-300 പീസസ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനധികം 5 dirhams അങ്ങനെ എന്തോ ആണ്. അപ്പോൾ 200 പീസസ് ഒക്കെ ഉണ്ടല്ലോ, ബാൽക്കണി ഫുള്ള് വിസ്തരിച്ചിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ ഇത്ര പീസസ് ഉള്ളൂ എനിക്കറിയണ്ടായിരുന്നില്ല. അറിയത്തില്ല, അതും പണി പാടിയിട്ടുണ്ട്. എനിക്കറിയില്ല. ഇതൊരു റിങ് ആണ് ആക്ച്വലി. ഈ റിങ്ങുകൾക്കും ഈ എന്താ പറയുക, നമ്മുടെ ഇയറിങ്സ്, നമ്മുടെ കയ്യിലിടുന്ന റിങ്സ്, അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. 1 dirham, 2 dirham, 3 dirhamത്തിനൊക്കെ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റ് കാണാറുണ്ട്. ഇതിനും ഈ പറയുന്ന പോലെ റേറ്റ് വളരെ കുറവാണ്. പക്ഷെ ഇത് ക്വാളിറ്റിയും വലിയ കാര്യമൊന്നുമില്ല. ബട്ട് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, നൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്വാളിറ്റി വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് അങ്ങനെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. കാണാൻ നല്ലതായിട്ടുണ്ടല്ലേ, കാണാൻ നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ നമ്മൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണല്ലോ മേടിക്കുന്നത്. ദിസ് ഈസ് ഓക്കെ, കുഴപ്പമില്ല. ഇത് ബട്ടർഫ്ലൈ. ഇത് ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം എന്നുള്ള ഒരു ഇതിൽ ഞാൻ മേടിച്ചൊരു ഐറ്റമാണ്. പക്ഷെ ഇതെങ്ങനെ ഒട്ടിക്കും? അതായത് നമ്മുടെ വോളിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ വെച്ചിട്ട് ഇതിങ്ങനെ വോളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ഒരു പേപ്പർ പോലെ ഇരിക്കുന്നത്. എത്ര കാലം ഇരിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഭംഗി കണ്ടിട്ട് മേടിച്ചതാണ്. പക്ഷെ ഇതൊരു പേപ്പർ മെറ്റീരിയലാണ്. അപ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഫീൽ ചെയ്യില്ല. ഇനിയിപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തിരിക്കുമെന്നും എനിക്കറിയത്തില്ല. എങ്ങാനും ഇരിക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം ഫോട്ടോ ഞാൻ ഇടാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ പില്ലോ കളർ വേറെയായിരുന്നു ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. പക്ഷെ ആ കളർ ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം കിട്ടിയ കളർ ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണല്ലോ, എന്താണ് നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഈ സാറ്റിൻ. ഇതെന്നെ പറ്റിച്ചട്ടോ. ആക്ച്വലി അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് 2 പില്ലോ കവറും 2 ഈ സാധനമായിരുന്നു. പക്ഷെ വന്നത് 1 പില്ലോ കവറും 2 ഈ സാധനമാണ് വന്നത്. അതായത് സാറ്റിൻ്റെ ഇതിൽ കുഴപ്പമില്ല, ഇടാവേ. ജസ്റ്റ് സാറ്റിൻ്റെ ഇതിൽ നമ്മുടെ ഹെയർ കിടന്നിട്ടുണ്ടെങ്കിൽ ഹെയറിൻ്റെ ടെക്സ്ചർ മാറും, ഹെയർ ഭയങ്കര സ്മൂത്താവും. എൻ്റെ ഹെയറൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ ഭയങ്കര സ്മൂത്ത് ആവുമെന്നൊക്കെ കുറേ ഏതൊക്കെയോ ആൾക്കാർ കിടന്ന് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് കണ്ട് മേടിച്ചതാണ്. ബട്ട് ഇത് കുഴപ്പമില്ല, നൈസാണ്. പക്ഷേ ഞാൻ 2 പില്ലോ കവറും, നമുക്ക് 1 പില്ലോ കവർ മാത്രമായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. 2 പില്ലോ കവറും ഇത് ഒരെണ്ണം. ഇത് എന്ത് താങ്ങിക്കാന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഒപ്പം ഹെയറിൽ വെറുതെ ടൈ ചെയ്യാനായിരിക്കും. അങ്ങനെയാണ്. പക്ഷെ വന്നത് ഇങ്ങനെയാണ് വന്നത്. ഇത് റിങ് തന്നെയാണെന്ന് തോന്നുന്നു. ഇതും ആക്ച്വലി റിങ് ആണ്. കണ്ടോ? ഇതൊക്കെ 2 dirham. ഇതിൽ വേറെ ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു സംഭവം കൂടിയുണ്ട്. ദിസ് ഓൾസോ, ഇതും ഒരു റിങ് ആണ്. കണ്ടോ? ഇതും ഒരു റിങ് ആണ്, ഇതും ഒരു റിങ് ആണ്. ഇതൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം ആർക്കാണെങ്കിലും ഇടാൻ പറ്റും. See like this. കണ്ടോ? നൈസ് ആയിട്ടില്ലേ? എനിക്ക് റിങ്ങിനോട് എനിക്ക് റിങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കമ്മലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഇടാറില്ല. പക്ഷേ എനിക്കിങ്ങനെ റിങ്സ്
ഭയങ്കര പ്രാന്ത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറേ റിങ്സ് മേടിക്കാറ്. പക്ഷെ ഇതിനധികം റേറ്റ് ഒന്നുമില്ല, ബട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇല്ലേ, നൈസായിട്ടില്ലേ, അങ്ങനെ എടുത്തതാണ്. എഗെയിൻ റിങ്സ് ആണ്. ഇതൊക്കെ ഈ 2 ദിറം 3 ദിറം 4 ദിറം കാണുമ്പോൾ അങ്ങനെ മേടിക്കണതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തെമൂന്ന് ഓർഡർ ചെയ്യണം, അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ക്വാളിറ്റി വൈസും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വലിയ വിലയേറെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കണത്. ഇത് കണ്ടോ, ഇതിൽ കുറേ റിങ്സ് ഉണ്ട്. എൻ്റെ എല്ലാ വിരലിലും ഇടാൻ പറ്റുന്ന റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ 3 ദിറം 4 ദിറം എന്നുള്ളൂ. ബട്ട് ഇതിലത്തെ റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. സി, ഇതൊരു റിങ് കൊള്ളാല്ലേ. അതുപോലെ ഇതൊരു റിങ്. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഇതൊരു റിങ്. നൈസ്. റിങ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതൊരു റിങ്. ആൻഡ് ഓൾസോ ദിസ് ഓൾസോ വെരി നൈസ്. ഇതൊരു റിങ് ആൻഡ് ഇതൊരു റിങ്. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് വെരി നൈസ്, വെരി നൈസ്. സി, ഇതിങ്ങനെ ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ ഇടുന്ന ഒരു ടൈപ്പാണ്. ഇതെല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സി, നൈസ് നൈസ് നൈസ്. നല്ല ഭംഗി. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇട്ട കാരണമാണ് കേട്ടോ. ഒറ്റക്കൊറ്റയ്ക്ക് ഇടാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്തിരി ലൂസ് അതിൻ്റെ ഉള്ളിടണം, ഇതിൻ്റെ ഉള്ളിടേണ്ടി വരും. അതേപോലെ ഇത് ആൻഡ് ഓൾസോ ദിസ്. ഇത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടാ. റിങ്സ് ഞാൻ മേടിച്ച എല്ലാ റിങ്സും നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു പൈസക്ക് കറക്റ്റായിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ടിഷ്യൂ ബോക്സ് ആണ്. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ടിഷ്യൂ ഹോൾഡർ ബോക്സ്, ഐ മീൻ ഹോൾഡറാണ്. ഞാൻ കുറച്ചുകൂടി വലുപ്പമൊക്കെ പ്രതീക്ഷിച്ചു. ഇത് കുഞ്ഞ ടിഷ്യൂ വെക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നണം, എനിക്കറിയത്തില്ല. കുഴപ്പമില്ല കേട്ടോ. സി, ഇതിന് ഇച്ചിരി വിലയുണ്ട് ആക്ച്വലി, കുറച്ച് വിലയുണ്ട്. പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ വെച്ചിട്ട് ടിഷ്യൂ അതിൽ വെക്കാം. ഇതിൻ്റെ ക്വാളിറ്റി നൈസായിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് പോലെ ആണെങ്കിലും കുറച്ചൊരു എന്താ പറയുക, കണ്ടോ, ഇത് നമുക്ക് നല്ലൊരു ഡെക്കോറായിട്ട് വെക്കാനും നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ടേബിൾമ വെക്കാനൊക്കെ, ടീ ടേബിൾമൊക്കെ വെക്കാൻ നല്ലൊരു സാധനം. അത് കുറച്ച് നല്ല വെയിറ്റും ഉണ്ട്. ഭയങ്കര ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതിന് വില ഉണ്ടായിരുന്നു. വില എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര റേറ്റ് അല്ല, എന്നാലും ഒരു 18-19 അങ്ങനെ എന്തൊരു റേറ്റ് ഉണ്ടായിരുന്നു ഇതിന്. ഞാനുള്ള മേടിച്ച സാധനങ്ങളിൽ ഏറ്റവും വില കൂടിയ സാധനം ഇതായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ചൊരു ക്വാളിറ്റി ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ദിസ് ഈസ് നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡെക്കോർ ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നു. നൈസ്. ആൻഡ് ദ ലാസ്റ്റ്, ഇത്ര ഓർഡർ ചെയ്തുള്ളൂ. 14 ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്തത്. എല്ലാം കൂടിയിട്ട് എനിക്ക് വന്നത് ഒരു 114 ദിറംസ്, 14 ഐറ്റം. അപ്പോൾ എങ്ങനെ പെർ ഒരു ഐറ്റത്തിന് 10 ദിറംസ് ഇല്ല. അങ്ങനെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മിററില്ലേ, മിറർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ മറ്റേ പൊട്ടണ മിററല്ല, നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് മിററില്ലേ, നമ്മുടെ വാർഡ്രോബിലോ അല്ലെങ്കിൽ ഈ വോളിലൊക്കെ നമുക്ക് ചുമ്മാ ഒട്ടിക്കാൻ പറ്റും തോന്നുന്നു എനിക്കത്. അങ്ങനത്തെ ഒരു ടൈപ്പ് എന്തോ മിററാണ്. ഇതെങ്ങനെ ഇരിക്കുന്നു എനിക്ക് ആഫ്രിക് മിറർ പാച്ച് എന്നും പറഞ്ഞിട്ട് ഇതാ സംഭവം. ഇതിൻ്റെ 4 പീസാണ് കേട്ടോ. 4 പീസ് 10 ദിറംസോ അങ്ങനെ എന്തോ ആണ്. 4 പീസ് ഉണ്ട് ഇതിൽ. 4 പീസ്
അല്ലേ 4 പീസാന്ന് തോന്നുന്നു. 4 പീസ് ഉണ്ട്. ബട്ട് സൈസ് കുറച്ച് ചെറുതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് പ്രതീക്ഷിച്ചു. ബട്ട് അതിങ്ങനെ ഇങ്ങനെ 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 താഴേക്ക് ഒട്ടിക്കുമ്പോൾ ഭംഗിയുണ്ടാവും. പിന്നെ ഇതിന് ഫ്രണ്ടിലൊരു ഒരു ഒരു കവർ പോലെ ഉണ്ടാവും. ആ കവർ എടുത്ത് കളഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒപ്പം അതിൻ്റെ സ്റ്റിക്കറും ഇതേപോലെയൊക്കെ നമുക്ക് ഒട്ടിക്കാനായിട്ട് കുഴപ്പമില്ല. അങ്ങനെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്ത സംഭവങ്ങൾ. ഇതിലെനിക്ക് തോന്നിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലത്തെ ഈ റിങ്സൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതിന് ഞാൻ പറഞ്ഞില്ലേ 2 dirhams 3 dirhams ഒക്കെ ഉള്ളത്. ഇതൊരു സെറ്റാണ്. ഇതിലെനിക്ക് തോന്നുന്നു 6 7 അങ്ങോട്ട് ഉണ്ട് ഈ ഒരു സെറ്റിൽ. ഇതെല്ലാം കൂടിയിട്ട് 2 dirhams 3 dirhams എന്തോ ഉള്ളൂ കേട്ടോ. അതേപോലെ ഇതിനും ആ റേറ്റ് അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇതിനും ഈ 1 dirham 2 dirham അങ്ങനെ എന്തോ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ആ ഒരു ഇതിന് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല വേർത്തായിട്ട് തോന്നി. കാരണം ഇതൊക്കെ എന്തായാലും റേറ്റ് ഉണ്ടാവും പുറത്തുനിന്ന്. ഇപ്പോൾ ഒരെണ്ണത്തിന് ഒരു 5 dirham ആണെങ്കിൽ കൂടി ഇത് ഭയങ്കര ലാഭമല്ലേ. കാരണം ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല വെർത്തായിട്ട് തോന്നി. ഇത് ഭയങ്കര നൈസായിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നൈസായിട്ടുണ്ട്. അത് റിങ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് ഇത് എന്ത് തേങ്ങയാന്ന് വിചാരിക്കും. കുറേ കമ്പും കോലാണല്ലോ, ഇതാണല്ലോ ഇത്ര നൈസ് എന്ന് പറയണേന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ആക്ച്വലി കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ചെറുതായിപ്പോയി. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റൈൽ ചെയ്യാം. ഞാൻ ഇത് നമ്മുടെ ക്രിസ്മസ് ഡെക്കോറായിട്ട് ലൈക്ക് ഇത്, പിന്നെ കുറച്ച് ക്യാൻഡില്, ഒരു നമ്മുടെ ഒരു ട്രേയിൽ കുറച്ച് ക്യാൻഡിൽ, പിന്നെ എന്തെങ്കിലും ക്രിസ്മസ് ട്രീ പോലെ എന്തെങ്കിലും വെച്ച്, പിന്നെ ഈ ഒരു സംഭവമൊക്കെ വെച്ച് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മേടിച്ചത്. ഇതിൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. പക്ഷെ ഇതിനെ കുറച്ച് റേറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാക്സിമം എനിക്കാണ് 20 dirhamsൻ്റെ അടിയിൽ. ബട്ട് ഇത് ഭയങ്കര നൈസായിട്ടുണ്ട്. ഭയങ്കര നൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഒരു കളറല്ല ആക്ച്വലി. ഇത് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഇതിൽ കുറച്ച് ലൈറ്റ് കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇത് ഭയങ്കര നല്ലൊരു ഗോൾഡൻ കളറാണ്. പിന്നെന്താ, ഇതൊന്നും എനിക്കറിയത്തില്ല എത്രത്തോളം ഉണ്ടെന്നൊന്നും. ഇത് ബാറ്ററി ഇട്ടാതെ തന്നെ അറിയത്തുള്ളൂ. ഇതാണ് കേട്ടോ ഇതിൻ്റെ സൈസ്. പക്ഷേ ഇത് ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.